അപ്പോൾ എന്തോ നേന്ത്രപ്പഴം കൊണ്ടൊരു പുളിശ്ശേരി വയ്ക്കാം. ഒരു നേന്ത്രപ്പഴം അരിഞ്ഞത് അതിടുവാണ്, ഒരു പഴം അരിഞ്ഞത്, അതിൻ്റെ കൂടെ ഒരു മുളക് മുറിച്ചത്, ശകലം വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കും. കുറച്ച് വെള്ളം, അത് വേവാനും വേണ്ടി മാത്രം മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ശകലം മഞ്ഞൾ, ഒരു കുഞ്ഞ് ടീസ്പൂണിൻ്റെ അരഭാഗം മഞ്ഞൾ പൊടി ഇടണം. അതിനകത്ത് വേറെ ഒന്നും ഇടണ്ട, ഉപ്പും കൂടെ ഒഴിക്കാം. ഒഴിച്ചു. ഇനി ഇത് വേവുന്നത് വരെ നമുക്ക് അടച്ച് വയ്ക്കാം. വേവട്ടെ. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. അതിനൊരു കപ്പ് തേങ്ങ, കുറച്ചൊരു കപ്പ് എടുക്കാം, ഒരു കപ്പ്. ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരെണ്ണം, ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. ഇനി ഒരു ശകലം മുളക് പൊടി മതി, കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ മതി അതും. ഇനി ഇതിനകത്ത് നമുക്ക് തൈര് ഒഴിക്കാം. ഒഴിച്ചെടുത്ത തൈരാണ്, നല്ല കട്ട തൈര് അതിൻ്റെ കൂടെ ഒഴിക്കണം കുറച്ച്. ആ തേങ്ങയുടെ അതേ സെയിം കപ്പിന് ഒരു കപ്പ് തൈര് എടുത്താൽ മതി. ഈ ശകലം കുറച്ച് വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടി. ഇന്ന് അരച്ചെടുക്കാം നമുക്ക്. ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്ത് ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിനകത്ത് മറ്റേ തൈര് ശകലം ഇരിക്കുന്നതും കൂടെ എടുത്ത് അടിച്ച് അതിൻ്റെ അകത്ത് ഒഴിക്കാം. നമ്മൾ തൈരിൻ്റെ ബാക്കി കൂടെ ചേർത്ത് കൊടുത്ത് ആയിട്ടുണ്ട്. റെഡിയാണ്. ഇനി ഒന്ന് കടുവറുത്തൊഴിച്ചാൽ മതി. നമുക്ക് കടുവറുത്തൊഴിക്കാം. മതി, തിളയ്ക്കണ്ട. ഒഴിച്ചു, തീ കുറച്ച് വെച്ചിരിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുന്നേ, കടുകിട്ടു. കുറച്ച് ജീരകം, ഇനി നമുക്കൊരു മുളകിടാം. കടുക് പൊട്ടിക്കോളും. ഒരു മുളക്, കുറച്ച് ഉരുളയും കൂടെ ഇട്ട് കടുക് വയ്ക്കുന്നു. അത് നമ്മുടെ കറിയിലോട്ട് ചേർത്താൽ മതി. കറിയിലോട്ട് ചേർത്താൽ മതി. പിന്നെ അതിനെ തിളപ്പിക്കണ്ട. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ കൊള്ളാമെന്ന്. ഓക്കെ, കൊള്ളാം. മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും. ഓക്കെ, എല്ലാവരും വെച്ച് നോക്കണേ.